നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ തുറന്ന് അങ്ങനെ പുറത്തെടുത്തിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതെ, അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ജിബിൻ ചേരുന്നു. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഗോകുലും ചേരുകയാണ്. ആദ്യം ജിബിനിലേക്ക്. ജിബിൻ, വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് നെയ്യാറ്റിൻകരയിലെ ആ വസതിക്കും അവിടെ സമീപത്തുള്ള നാട്ടുകാരുടെ എല്ലാം ഒരു പ്രതികരണം? മാർഷൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ സംഘർഷ സാധ്യതകളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ടാണ് വലിയ രീതിയിലെന്നല്ല യാതൊരുവിധ പ്രതിഷേധങ്ങളും ഈ ഭാഗത്തുണ്ടായില്ല. നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മതസംഘടനകളുടെ ഭാഗത്തു നിന്നോ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ തന്നെ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പോലീസ് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ കൂടെ ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിലാണ് പോലീസ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇന്ന് രാവിലെ ഈ കല്ലറ തുറന്ന മൃതദേഹം പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. പ്രത്യേകിച്ച് ക്യാമ്പിൽ നിന്നും സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോലീസിന് ഇങ്ങോട്ടേക്ക് കൂടുതൽ വിന്യസിച്ചിരുന്നു. ഈ ഒരു പ്രദേശം മുഴുവനായി തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാക്കി. ഈ ബാലരാമപുരം വഴിമുക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിലൊക്കെ തന്നെ പൂർണ്ണമായി പോലീസിനെ രാത്രി തന്നെ വിന്യസിച്ചിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒന്നും തന്നെ കടത്തിവിടുന്നില്ലായിരുന്നു. ഇതിനുശേഷമാണ് ഏകദേശം രാവിലെ 5 മണിയോടുകൂടി തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ സംഘം, RDO ഉൾപ്പെടെയുള്ളവർ തന്നെ സ്ഥലത്തെത്തി. പോലീസിന്റെ DYSP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. അതിനുശേഷം കുടുംബമൊക്കെ തന്നെ അവർ സംസാരിച്ചു, കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചു. അതുകൊണ്ടാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകാത്തത്. ഈ നടപടിക്രമങ്ങൾ രാവിലെ 7:15 കൂടിയാണ് ഈ കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ആ ഒരു സമയത്ത് ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകനായിട്ടുള്ള സനന്ദൻ ഇവിടെ വന്നു. അത് കണ്ടതിന് ശേഷം തിരികെ അദ്ദേഹം വീട്ടിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. മറ്റാരും തന്നെ വീട്ടിൽ നിന്ന് ഈ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. 7:30 തന്നെ ഈ സ്ലാബ്, ഈ കോൺക്രീറ്റ് കല്ലറയുടെ സ്ലാബ് പൊളിച്ച ഗോപൻ സ്വാമി അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വ്യക്തത വന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു മൃതദേഹം, നമുക്കിപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അതൊരു ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും അതിൻ്റെ അകത്ത് ഒരു മൃതദേഹം ഉണ്ടായിരുന്നു. ഗോപൻ സ്വാമിയുടെ അതാണെന്ന് പറയുന്ന ഒരു മൃതദേഹം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇത് പക്ഷേ ഈ കുടുംബം പറഞ്ഞതുപോലെ തന്നെ ഈ സമാധിയായി എന്ന മക്കൾ പറഞ്ഞ് അറിയിപ്പ് വരുന്നത്. അതിനുശേഷം ഇത്രയും ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായ ഒരു മൃതദേഹത്തെ സംബന്ധിച്ചോളം അത് ജീർണാവസ്ഥയിലേക്ക് എത്തും. ജീർണിച്ചിരുന്നു എങ്കിൽ എന്തായാലും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമായിരുന്നില്ല. അവിടെ തന്നെ പ്രത്യേകമായ ഒരു സ്ഥലം ഒരുക്കി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ജീർണാവസ്ഥയിലേക്ക് എത്തുന്നില്ല. ഇൻക്വസ്റ്റ് നടപടികൾ, സീൻ മഹസർ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പ്രാഥമിക ഘട്ടങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. മാർഷൽ, എന്തായാലും നമുക്ക് ജിബിൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം, എന്തായാലും ഗോപൻ സ്വാമി ആയിരിക്കാം എന്നുള്ള കാര്യത്തിൽ 90% നമുക്ക് സ്ഥിരീകരിക്കാം. പക്ഷേ ഈ ക്രമപ്രകാരം അല്ലെങ്കിൽ വിധിപ്രകാരം നിയമപ്രകാരം അത് ഉറപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലേ ഈ ഇത്തരം കേസുകളിലൊക്കെ? തീർച്ചയായിട്ടും. കാരണം അതിനായിട്ട് ബാക്കി ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നതും ഫോറൻസിക് പരിശോധന നടക്കുന്നതുമെല്ലാം